ഗൈസ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ഫൺ ആൻഡ് ഫാക്ട് മലയാളം. ഇന്ന് നമ്മളിതാ മൈൻക്രാഫ്റ്റ് പുതിയ സീരീസ് തുടങ്ങുകയാണ്. മൈൻക്രാഫ്റ്റ് അല്ല, ക്രേസി ബ്ലോക്ക്. അപ്പൊ നമ്മളിതാ ന്യൂ വേൾഡ് ക്രിയേറ്റ് ചെയ്യാണ്. മൈ വേൾഡ് കേട്ടോ നമ്മളെ വേൾഡിന്റെ പേര്. അതാ പോയി ഇത്തിരി നേരം പിടിക്കും ഇതാവാൻ. അതുകൊണ്ടാണ് ഞാൻ പോസ്റ്റ് ആക്കിയിട്ട് എടുത്തോട്. നമുക്ക് പോയി മരം മുറിക്കാം. തുടക്കം മൈനിങ് അല്ലേ, മൈൻ ചെയ്യാം. ഞാൻ സാധാരണ ബോണസ് ചെസ്റ്റ് ഒക്കെ എടുത്തിട്ടാണ് ചെയ്യല്. പ്രാവശ്യങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ബോണസ് ചെസ്റ്റ് എടുത്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഹാർഡ് കോറും അല്ല, സർവൈവൽ, സാധാ സർവൈവൽ. ഹാർഡ് കോർ കളിച്ചാൽ ഞാൻ എന്തായാലും പൊട്ടും, അതെനിക്ക് നല്ല ശതമാനം ഉറപ്പുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ ഹാർഡ് കോർ കളിക്കലില്ല. ഒരു നായക്കൂട്ടുണ്ട് കേട്ടോ ഇവിടെ. നമുക്ക് ഇനിയിപ്പോ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാനുള്ള വുഡ് പ്ലാങ്ക്സ് ഉണ്ടാക്കാം. പ്ലാങ്ക്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ക്രാഫ്റ്റിംഗ് ടേബിളിന്റെ റെസിപ്പി ആകെ മറന്നിങ്ങനെ. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് അതിന് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കണം. അവിടെ ഇട്ട് വെക്കണേ, കുനിഞ്ഞൊക്കെ വെക്കണേ. എന്താല്ല ഒരു വൈബിള അതൊക്കെ. നമുക്ക് വീടുണ്ടാക്കിയിട്ട് വേണം. നമുക്ക് ചെസ്റ്റ് ഒക്കെ വേണം. ചെസ്റ്റ് പിന്നെ അതൊക്കെ ആവശ്യമുണ്ട്. ഞങ്ങൾക്ക് അയ്യോ സോഡും പിക്കാക്സും ഉണ്ടാക്കിയപ്പോൾ തന്നെ ഇത് തീർന്നു. ഇത് തീർന്നു. മറ്റേ സ്റ്റിക്ക് പേര് വായിലിട്ടില്ല. അപ്പൊ നമുക്ക് ഇത്തിരി പ്ലാങ്ക്സ് കുറവാണ്. പ്ലാങ്ക് കുറവായതുകൊണ്ട് നമുക്ക് ഇത്തിരി വുഡൊക്കെ മൈൻ ചെയ്തെടുക്കാം. നേരെ ഈ വുഡ് ഇതന്നെ മൈൻ ചെയ്തെടുക്കാം. അതാ പുല്ലൊക്കെ വെട്ടി പോയിട്ട് മൈൻ ചെയ്യാണ്. ഇതെല്ലാം മൈൻ ചെയ്തെടുക്കുന്നു ഗൈസ്. ഇനിതാ നേരെ മേലേക്ക് മൈൻ ചെയ്തെടുക്കുക. ഇത് കുറച്ചേ ഉള്ളൂ തോന്നുന്നു, കഴിഞ്ഞി. എന്താണ് 5 ഒരു മരത്തുനിന്ന് കിട്ടിയുള്ളൂ ഗൈസ്. ഇനി മൈൻ ചെയ്യാൻ വേണ്ട. പ്ലാന്റ്സ് എത്രയും 31. ഒന്ന് കുളിച്ചേക്കാം വെള്ളത്തിൽ വീണിട്ട്, ഫ്രഷ് ആയേക്കാം. ഈ വെള്ളത്തിൽ ചെന്ന് ചാടാം. നമുക്കിതാ ഫ്രഷ് ആവാം. ഇതാണ് ഷവലിന്റെ ഉപയോഗം. ചിലവരൊന്നും ഷവൽ ഉണ്ടാക്കൂല. ഷവലിന്റെ ഉപയോഗം അതാണ്. കുളിക്കാൻ ചിലവർ കയറും, കുളിച്ച് എണീക്കാൻ പറ്റൂല. അതാണ് ഈ ഷവലിന്റെ ഉപയോഗം. അതാണ് മണ്ണൊക്കെ ഈസിയിൽ മൈൻ ചെയ്തെടുക്കാം. പിക്കാക്സ് ആണ് ഏറ്റവും വലുത്, നല്ല ആവശ്യമുള്ളത്. പിക്കാക്സും ഷോർഡും ആക്സും. ആക്സ് ഭയങ്കര ഡാമേജ് അടിക്കട്ടോ ഗൈസ്. ആ 2 മണ്ണ് നമുക്ക് ആവശ്യമില്ലാത്ത. നമ്മളിതാ ഡാർക്ക് ബയോമിന്ന് വേറെ ബയോമിക്ക് എത്തിയിട്ടുണ്ട്. ഈ ബയോമിന്റെ പേരിക്കറിയില്ല, പേരൊന്ന് കമന്റ് ചെയ്യാം. കൊല്ലി ചാവ്. അങ്ങനെ കൊന്നിട്ടുണ്ട് ഗൈസ് ഞാൻ. ഇനി അടുത്ത് നമുക്ക് വില്ലേജ് ഒക്കെ കണ്ടുപിടിക്കണം. ഷുഗർ കെയിൻ ഉണ്ട് ഗൈസ്. അതിങ്ങനെ പൊട്ടിച്ചെടുക്കാം. ആവശ്യം വരും ബുക്ക് ഉണ്ടാക്കാൻ ആവശ്യം വരും. വില്ലേജ് അയ്യോ അവിടത്തെ ഷുഗർ കെയിൻ എടുത്തില്ലേ. ഇപ്പൊ പുഴ അങ്ങോട്ട് നീന്തി കടന്നില്ലേ. ഇപ്പൊ വേണ്ട. ഈ കേവ് അല്ലേ ഇത്. നമുക്ക് ഇത്തിരി സ്റ്റോൺ മൈൻ ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഇതാ കേവിക്ക് പോവുകയാണ്. സ്റ്റോൺ മൈൻ ചെയ്യുന്നു ഗൈസ്. സ്റ്റോൺ മൈൻ ചെയ്യട്ടെ ഗൈസ്. ഞാൻ ഇങ്ങനെ മൈൻ ചെയ്ത് പോവാലോ. ഞങ്ങൾക്ക് സ്റ്റോൺ ടൂൾസ് ആക്കിയിട്ട് വേണം അയണ്ടതാക്കി. ഇനി നമുക്ക് ഉള്ളിലേക്കൊന്ന് പോയേക്കാം. സ്റ്റോൺ ടൂൾസ് ആക്കിയിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോകണം. നമുക്ക് ഉള്ളിലേക്ക് ഗൈസ്. ഒന്ന് ഹാങ് ആയിരുന്നത്, ചെറുതായിട്ട് ലാഗ് അടിച്ച്. ഞങ്ങൾക്ക് ഇതാ റെഡിയാക്കി എടുക്കാം. ഓക്കെ ഗൈസ്, ഇത്രയൊക്കെ മതിയാവും. എന്താ സ്റ്റോണിൻ്റെത്. കുറച്ച് വുഡ് ഉണ്ടാക്കിയിട്ട് സ്റ്റോൺ ആക്സ്, ഇത് ആക്സ്, ഷവല്, ആക്സ് ആയിട്ട് ഇത് പൊട്ടിച്ചെടുക്കാം. ഞങ്ങൾക്കൊന്ന് ഉള്ളിലേക്ക് പോയേക്കാം. ഇവിടെ തന്നെ അല്ലല്ലേ, ഇനിയുണ്ട്. തല്ലിക്കൂലി ചിലപ്പോ പോഷൻ കിട്ടും. ഹീലിംഗ് പോഷൻ വെച്ച് കിട്ടും. തല്ലട്ടെ ഗൈസ്.
ഗ്ലോ സ്റ്റോൺ ഡസ്റ്റും ഷുഗറും കിട്ടിയിട്ടുണ്ട്. വേറൊന്നും കിട്ടിയില്ല. പിക്കാക്സ് ആയിട്ട് മൈൻ ചെയ്ത് പോകുന്നു ഞാൻ. ആരാ ഞാൻ പൊളിയല്ലേ കണ്ടു. വീണു ഗൈസ്, വീണു. ഞാൻ പുറത്തേക്ക് പോവാ. ഞങ്ങൾക്കൊരു വില്ലേജ് കണ്ടുപിടിക്കണം. വില്ലേജ് ഭയങ്കര പണിയാണ് ഗൈസ്. പന്നിനൊക്കെ 2 അടിക്കാൻ. ഓ ഗൈസ്, 1 ആയിട്ടുണ്ട് ഗൈസ്. അവിടെ എന്തേലും ഉണ്ടോ? കണ്ടമാതിരി ചാടിപ്പോ എന്താ കണ്ടമാതിരി ഗൈസ്. അതാ ഞാൻ പറഞ്ഞില്ലേ, അവിടെ വില്ലേജ് ഉണ്ട്, ചർച്ചുള്ള വില്ലേജ് ഗൈസ്. പക്ഷെ നമുക്ക് ഇതില്ല, ഡസ്റ്റ് ഇല്ല. സോറി, ഞാൻ എന്തിനാ സാൻഡ് വൈൻ ചെയ്തു പൊട്ടൻ. ഇതില്ല, മറ്റേ ബ്ലേസ് പൗഡർ ഇല്ല. ബ്ലേസ് ഇങ്ങനെ പറയണ. ബ്ലേസ് പൗഡർ ഇല്ല. ഇനി ബ്ലേസ് പൗഡർ ഒക്കെ കണ്ടുപിടിച്ച് പോഷൻ ഉണ്ടാക്കണം. പിന്നെ അയണെണ്ണ ചാവ്. ഈ അണ്ണന്റെ പ്രശ്നം എന്താ അറിയോ? ഇപ്പൊ പറത്തിക്കും. കണ്ട പറത്തി ഗൈസ്. ചാടി ഇനി നീ ഒന്ന് തല്ലാൻ വന്നോക്കടാ, ഇത് ചാവും. മറ്റേ പറഞ്ഞ സൗണ്ട് ഉണ്ടാവും ഇതില്. തല്ലി കൊല്ലാണ് ഗൈസ്. തല്ലി. അയ്യോ, ആക്സ് പൊട്ടി. ഞങ്ങൾക്ക് സ്റ്റോൺ ആക്സ് എടുക്കാം. സ്റ്റോൺ ഇറങ്ങും, അറിയൂല എനിക്ക്. സ്റ്റോണിന് അറിയൂല. 2 പൂവ്. പോപ്പി കിട്ടിയിട്ടുണ്ട്. നമുക്കത് അവിടെ വെക്കാം. എന്നിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് അയൺ പിക്കാക്സ് ഉണ്ടാക്കാം. അയണിന്റെ പിക്കാക്സ് ഉണ്ടാക്കാം. അയണിന്റെ ആർമറൊക്കെ അൺലോക്ക് ആയിട്ടുണ്ട്. പിന്നെ ഷീൽഡ് അൺലോക്ക് ആയിട്ടുണ്ട്. ഒക്കെ ഉണ്ടാക്കണം നമുക്ക്. ഫുൾ ആർമർ ആവണം. 2ാമത്തെ പാർട്ടിൽ തന്നെ നമുക്ക് ഫുൾ ആർമർ ആവണേ. ബെഡ് ഇവിടുന്ന് കട എടുക്കാം. നമുക്ക് കടല്ല, മോഷ്ടിക്കാം. ഇവിടെ ഒരു വലിയതുണ്ട്, പാട്ടപ്പെട്ടി അവിടെ ഉണ്ടാവുമായിരിക്കും. ചെസ്റ്റിന് ഞാൻ പാട്ടപ്പെട്ടി എന്നാ പറയുക. പാട്ടപ്പെട്ടിന്ന് കേട്ട അപ്പൊ നിങ്ങൾ വിചാരിച്ചോണ്ട് ചെസ്റ്റ് നിട്ടോ. ഞാൻ ചെറിയൊരു വീട്. എന്താണ് ഈ വില്ലേജർക്ക് ഇത്തിരി വലിയ വീടും പാട്ടപ്പെട്ടിയൊക്കെ വെച്ചൂടെ? അതിൻ്റെ ഉള്ളിൽ ഡയമണ്ട് ഒക്കെ വെച്ചൂടെ? ഡയമണ്ട് കിട്ടാനാണ് പണി. ഞങ്ങൾക്ക് നെതറിൽ പോയിട്ട് എന്തൊക്കെ ചെയ്യാണ്ടൊന്ന് ആലോചിച്ച് നോക്കൂ. നെതർ പോയാലും കൂടുതൽ ചാവുക. കുറച്ച് ഷീഡൊക്കെ കളക്ട് ചെയ്ത് ചെസ്റ്റ് പോയൊക്കെ. ബീട്രൂട്ട് കുറച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ വീറ്റും കിട്ടിയിട്ടുണ്ട്. നമുക്കിപ്പോ ആടിനൊക്കെ ബ്രീഡ് ചെയ്ത് ആടിന്റെ കുട്ടീനെയൊക്കെ ഉണ്ടാക്കി അതിനെ തല്ലിക്കൊന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അതൊക്കെ ഒരു രസമാണ് ഗൈസ്. ചർച്ചുണ്ട് ഇവിടെ. ഇവിടെ ഒരു പാട്ടപ്പെട്ടി പോലും ഇല്ല. എന്തൊരു വിദ്യ നോക്കി. പന്നിക്കുട്ടികളൊക്കെ ഉണ്ട് ഗൈസ്. നമുക്ക് ഇത്തിരി പൊട്ടാറ്റോ തിന്നാൻ മസ്റ്റാണ്. നമ്മള് തിന്നൽ ഈസ് മസ്റ്റ്. തിന്നൽ വിട്ട ഒരു കളി പോലും ഇല്ല. പോയിസൺ പൊട്ടാറ്റോ കിട്ടഴിഞ്ഞാൽ അത്രയും ഭാഗ്യം. ഗൈസ്, പൊട്ടാറ്റോ പൊട്ടിക്കുകയാണ്. ഞങ്ങൾക്ക് ഇതും കൂടിയാണ് പൊട്ടിച്ചെടുത്തേക്കാം. ഓക്കെ, പൊട്ടിച്ചെടുത്തു ഗൈസ്. ഇനി നമുക്ക് ചാടി ഓടിപ്പോ. വെയിറ്റ്, കേവാണോ? അല്ല കേവല്ല ഗൈസ്. നമുക്ക് നേരെ പോവാം. കുതിരേനൊക്കെ നമുക്ക് തിരിച്ച് വില്ലേജിക്ക് വന്നിട്ട് ഫ്രണ്ട് ആക്കാം. എന്താ ഗൈസ്, നമുക്ക് അല്ല കേവ്. അയൺ പിക്കാക്സ് ആയിട്ട് അയൺ മൈൻ ചെയ്യാം. അതാണ് ഇതാണ്. ഏത്? മറ്റേത്. അതാണ് ഒരു രസമല്ല. അത് അടുത്ത അയൺ. ബാറ്റൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. അതൊന്ന് ഹാങ് ആയതാണ്. അതൊന്നും ആരും കാര്യാക്കണ്ട. ഇടയ്ക്ക് ഇങ്ങനെ ഹാങ് ആവും. എന്റെ ഫോണിന്റെ പ്രശ്നമാണ്.